എന്റെ ഫോണ് കിട്ടോ? എന്റെ ഫോണ് കിട്ടണമെങ്കിൽ ഇത് ഉമ്മാര് വലിയ ഫോണ് വേണ്ടേ? ഇത് എനിക്ക് മാമ ദുബായിന്ന് കൊടുത്തു വിട്ട ഫോണല്ലേ, അതാണ്. ഇതില് കരമന സുബൈർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഭയങ്കര കോമഡിയാണ്. നോക്കട്ടെ. ആ ഡാൻസ് എന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കറിയോ, നമ്മൾ സാധാരണ കണ്ട ഡാൻസ് ഒന്നല്ല, മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ്. അടുത്തത് പുതിയത് വന്നിക്കണ, എപ്പ ഇങ്ങനെ പുതിയത് വന്നോണ്ടേയിരിക്കും. മൂപ്പർക്ക് തന്നെയാണ് തോന്നുന്ന പണി. ഭയങ്കര കോമഡിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് വയ്യതെന്താ കൂടെ അറിയില്ല. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? സാധിച്ചു തരാൻ പറ്റണതാണെങ്കിൽ സാധിച്ചു തരും. അതൊക്കെ പറ്റും. എന്നാ പറഞ്ഞു? എനിക്ക് പുതിയൊരു ഫോൺ വേണമായിരുന്നേ. എന്ത് പുതിയൊരു ഫോൺ? എടി നല്ല ഫോണ്, 2 കൊല്ലം ഇനി പോവത്. അയ്യോ അങ്ങനെയല്ല, നോക്ക്, റസിക്ക് പുതിയ ഫോൺ കിട്ടിയിരിക്കണു. അതിൻ്റെ അകത്ത് അവള് ടിക്ടോക്ക് കണ്ടോണ്ടിരിക്കുകയാണ്. അതിലെന്തോ ഒരു ആളുണ്ടേ, അയാൾ എപ്പോഴും ഇങ്ങനെ കോമഡി പറഞ്ഞിട്ട് അവള് ചിരിച്ച് ചാവുകയാണ്. പക്ഷെ ഞാനൊന്ന് കാണാൻ ചോദിച്ചിട്ട് അവൾ തമ്മിൽ എന്തൊരു ഗമയായിരുന്നു. പരീക്കുട്ടി റസിയെ കാണിക്കുന്ന കണ്ടിട്ട് നീ തൊള്ളാൻ നിൽക്കരുത്. അവർക്ക് അതിനുള്ള വകുപ്പുണ്ട്, നമുക്കതില്ല. ഇതാ റസിയുടെ അമ്മാവൻ ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ഫോണാണത്. എനിക്കും അമ്മാവനൊക്കെ ഉണ്ടായിരുന്നു. ദുബായിന്ന് നല്ലൊരു കല്യാണാലോചന വന്നതാ. എന്നാ പിന്നെ കട്ടായിരുന്നേടി നിനക്ക്? അന്നേരത്തല്ലേ നിങ്ങൾ മഴക്കോലായിട്ട് വന്നത്? എടി അതുകൊണ്ട് എന്താ നിനക്ക് ഇപ്പൊ ഒരു കുറവുണ്ടായത്? ഞാനിവിടെ ഭയങ്കര രാജ്ഞിയായിട്ടാണല്ലോ ജീവിക്കണേ. എടി രാജ്ഞിയായിട്ടൊന്നും അല്ലെങ്കിൽ നീ 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ നിന്നെ അസലായിട്ട് നോക്കണൂല്ലേ? ഭക്ഷണം കഴിക്കാനുള്ള യോഗം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നിനക്ക് 2 കുട്ടികളെ കിട്ടിയില്ലേ? ഇത് ഇനി റെഡി ആവില്ല. ഇനി എപ്പോ കുളമ്പായിട്ട് ചോറ് സാപ്പിടുന്നത്? ഇതൊക്കെ റെഡി ആവണമെങ്കിൽ ആദ്യം ഇവിടെ വേറൊരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതെന്തത്? ഫോണ്. ഓ ഫോണ് അതന്നെ ഞാനും ചോദിക്കണത്. അവളുടെ പഴയ ഫോൺ മാറ്റിട്ടേ പുതിയ കാരണം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ഓ അപ്പടി, അതാവ് சொன்னது கரெக்ட் தான். ഫോൺ പഴസ്, അത് ചിന്ന ഫോൺ നല്ലാവേ അല്ലേ. അത് ഒരു പുതിയ ഫോൺ വാങ്ങിക്കോടെ. அந்த ഫോൺ എനിക്ക് താ, സുമയ്ക്ക് കൊടുക്കലാമല്ലേ. ശീക്രമാ. ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. എവിടെ പോകുന്നു? പോരാ. എനിക്കൊരു ഫോൺ വാങ്ങി താ ഏട്ടാ. ശരി, ഫോൺ വാങ്ങിച്ചു തരാം. എപ്പോഴാ വിളിച്ച വാങ്ങിച്ചു തരാം. ഒരാഴ്ചക്കുള്ളിൽ. ഒരാഴ്ചക്കുള്ളിൽ. ഓ ശരി. എങ്ങനെയുണ്ട് പയറിൻ്റെത്? നന്നായിട്ടുണ്ട് അല്ലേ? ഹലോ, സുബൈർ സാറേ. ഓ റസി തന്നെയാണ്. ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. അല്ലല്ല, ഈ ഇയർഫോൺ ഒന്ന് കുത്തായിരുന്നു. അല്ല സാർ ഇപ്പൊ എവിടെയാണ്? ഓ ഇന്നലെ സാറിട്ട വീഡിയോ കണ്ടിട്ട് സത്യം പറയല്ല, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പിന്നെ അപ്പന്നെ ലൈക്ക് അടിക്കൂലേ. അതാണ് ഒരുമാതിരി പൂയൊക്കെ ഇങ്ങനെ ഏണ പോലത്തെ ഡാൻസ്. ഞാൻ അപ്പന്നെ ഉണ്ട്. അത് ഏത് വീഡിയോന്? ഓ അതിന് എത്ര ലൈക്സ് ഉണ്ട്? അല്ല നിങ്ങൾ പിന്നെന്താ ഭയങ്കര കോമഡിക്കാരനല്ലേ? ഇല്ല അതല്ല. ഓ സാറിന് ഉദ്ഘാടനൊക്കെ ഉണ്ട്. അല്ലോ, അപ്പൊ ഇത്ര ആൾക്കാരെ കാണാല്ലേ? ആണ്
ജോലിക്കാരനല്ലേ? അതല്ല സാറേ, അല്ല സാറെന്ന് ഇപ്പം ബഹുമാനം കൊണ്ട് വിളിക്കല്ലേ? ഓ ശരിക്ക, നിങ്ങൾ പോയിട്ട് കഴിക്കി. ശരിക്കാന്നാ. ആ ശരി. ആ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ല? എന്റെ ഫോൺ വിളിക്കല് കഴിഞ്ഞോ? അല്ല എന്റെ ഫോൺ വിളി കഴിഞ്ഞോന്ന്? ആ ഫോണ് വിളിച്ച്. മൂപ്പരെന്ത് തമാശയാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും. വെള്ളം ചോദിച്ചിട്ട് എനിക്ക് അതിന്റെ നിർത്തരാൻ പറ്റുമോ? വെള്ളപ്പം എന്താ ഇവിടെ ഇരിക്കല്ല, ഞങ്ങള് കുടിച്ചാ പോരെ? ഞാൻ പറയണ ഒന്ന് കേക്ക് നിങ്ങള്. ഈ ടിക്ടോക്കിലേ അതിൽ ഇക്ക എന്തൊക്കെയാ കാണിക്കണ്, ഭയങ്കര തമാശ കാണിക്കൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ സാറേന്ന് വിളിച്ചായിരുന്നല്ലോ, ഇപ്പോഴത്തെ ഇങ്ങോട്ട് വരുമ്പോഴത്തെ കണ്ടിക്കയോ? അതല്ലേ മൂപ്പര് വലിയ മനസ്സ്. എന്നോട് പറയാണ്, എന്റെ റസ്യക്കുട്ടി ഈ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ഇക്കാന്ന് വിളിച്ചാ മതിന്ന്. ഞാൻ എന്നിട്ട് ഇക്കാന്റെ വീഡിയോസിനെ പറ്റിട്ടൊക്കെ പറയായിരുന്നു. സുബേർക്ക ടിക്ടോക്കിലെ. ഇക്ക നിങ്ങള് മൂപ്പര വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ? നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. ആ സുബേർക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ ജീൻസിൽ വെട്ടലും കീറലൊക്കെ ഉള്ളത്, അങ്ങനത്തെ ജീൻസാ മൂപ്പരിടാ. ശരി, ഇപ്പൊ ഈ വെട്ടലും കീറലൊക്കെ ഉള്ള ജീൻസ് ഇട്ട ആളിനെ സാറേ സാറേ എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്ത് തുന്നക്കാരനാണ് പറയുമ്പോ വലിയ തുന്നക്കാരനാണ്. ഇപ്പത്തെ ഫാഷൻ ഒന്നും അറിയില്ല. ഇപ്പത്തെ ഫാഷനാണത്, ഇങ്ങനെ വെട്ടലും കീറലൊക്കെ ഉള്ള ജീൻസ്. ഇക്ക് ഈ ഫാഷൻ അറിയാമല്ലോ, അന്നെ കട്ടുന്ന സമയത്ത് ഇട്ടായിരുന്നു തന്നെയാണ് ഈ ഉടുപ്പൊക്കെ. അത് പോരക്ക, നിങ്ങൾ നല്ല ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടി ഒരു ടിക്ടോക്ക് ചെയ്യും. ഒരുപാട് ആരാധകരുണ്ടാവും, ലൈക്സ് വരും, കമന്റ്സ് വരും, എന്നിട്ട് നമ്മൾ ഒരു സ്റ്റാർ ആവും. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥിതിഗതികൾ. എടാ ഓളെന്താ ചെയ്തതെന്ന് നീ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. എടാ ചങ്ങായി, അതന്നെയല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്. ഈ മൊബൈലിലൊരു സാധനം ഉണ്ടല്ലോ, എന്താ ഈ എന്താ ടിപ്ടോപ്പോ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണത്, ടിക്ടോക്ക്. എന്ത് കൊന്ത്രണ്ടാണാവോ? അത് ഇങ്ങട് ഓൺ ചെയ്യോള്, എന്നിട്ട് ഈ ചെവിയില് രണ്ട് ഇത് അങ്ങോട്ട് തിരികെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചിരിക്കാൻ, എന്നിട്ട് എന്തൊക്കെ പറയാ. എന്ത് തമാശ ഇപ്പൊ ഇത്? അങ്ങനത്തെ തമാശ പറയണം. നമുക്കൊക്കെ ഇപ്പൊ തമാശ പോരെന്നാണ് പെൺപിള്ളേരുടെ അഭിപ്രായം. പിന്നെ ജീവിതത്തിന്റെ ഉള്ളിലല്ലേ തമാശ പറഞ്ഞിരിക്കണം. ഓള് ചിരിക്കണത് ഞാനോർത്ത് വല്ല ശീമക്കോഴിനെ വലിച്ചു വളർത്തായിരിക്കും. എന്നാ പിന്നെ ആയിരുന്നു നല്ലത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അല്ലിപ്പൊ ആരാ പരിഹരിക്കത് ഇതിന്? ഇത് എന്താ ഒരു ഹമുക്ക് ഉണ്ടല്ലോ, എന്തൊരു ബസീറോ സുബേറോ എന്താ പേര് സുബേർ. എനിക്കറിയോ പോനെ? അവൻ ഫേമസ് അല്ലേ, വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അവൻ ഹിറ്റ് അല്ലേ. പരിക്ക് ഒരു വാക്ക് പറ, ഞാൻ 2 പൊട്ടിക്കട്ടെ. എന്തിന്? പിന്നെ നമ്മുടെ വീട്ടിൽ കയറി കളിക്കാൻ സമ്മതിക്കണോ? ഓന്റെ ആളാണ് ഇപ്പൊ അവള്. എനിക്കതാ തോന്നുന്നത്. ഒരുപാട് പേരുണ്ടാവും. സുബേർക്കാടത്തൊക്കെ നോക്കി, അത് നോക്കി, ഇത് നോക്കി. ഇപ്പൊ സുബേർക്ക് അങ്ങനെയാണ്. ഇപ്പൊ സുബേർക്ക മറ്റേത് കൊണ്ടുവന്ന് ഉറങ്ങാൻ നേരത്തെ ഇന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് ഇത് നോക്ക് സുബേർക്കാടെ. ഏത് സുബേർക്ക? എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പനെ ഈ ജാതി അങ്കാണ് ഇപ്പൊ ഇവിടെ നടക്കണത്. ഇതിന് എന്ത് ചെയ്യുന്ന പറയണ? ഇത് തപാസയൊക്കെ ഒന്നുമില്ല. നീ ഒരു കാര്യം അവള് പറഞ്ഞ പോലെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്ത് ഈ വേഷം കെട്ട് നിൽക്കേ? എന്തായാലും കുഴപ്പമൊന്ന്, എന്തായാലും കുഴപ്പമോ? എന്താ വാസുട്ടിച്ച് പറഞ്ഞേ? ഞാൻ കണ്ണടി ഇന്തൊക്കെ ഇട്ടിട്ട് പാൻ്റൊക്കെ ഇട്ടിട്ട് ഓളുടെ മാതിരി ഇന്ന് തുള്ളാട്ടത്തിന് നിൽക്കേ. ആടോ നല്ല രസം ഉണ്ടാവും അല്ലേ? ഇപ്പൊ പാൻ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കാണാൻ വേണ്ടിട്ടാണ് പിന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്. അങ്ങനെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. സമാധാനം ഉണ്ടാണെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ എന്റെ ജീവിതത്തില് നിങ്ങളൊക്കെ പറയണ തന്നെയാണ് എന്റെ അവസാന വാക്ക്. അപ്പൊ കടലിൽ ചാടാൻ പറഞ്ഞ കടലിലും ചാടും. ടിക്ടോക്ക് ചെയ്യണമെങ്കിൽ ടിക്ടോക്ക് ചെയ്യാം. പരീക്ക ടിക്ടോക്ക് ചെയ്തു കൊടുക്കേണ്ട നേരത്ത് ടിക്ടോക്ക് ചെയ്തു കൊടുക്കണം. അല്ലെ കണ്ണി കണ്ടൂര് കയറിയിട്ട് ടിക്ടോക്ക് ചെയ്യും. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ്.